ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മല്ലു എപ്പിസോഡ്. മൈ ഡിയർ മുത്തുമണികളെ, എല്ലാവർക്കും സുഖമല്ലേ? കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. വളരെയധികം രസകരമായിട്ടുള്ള ഒരു അടിപൊളി മൂവി സീരീസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ സീരീസ് ഇത്രയും നാള് കണ്ടില്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരുപാട് കൂട്ടുകാർ ചോദിച്ച നറൂട്ടോ സീരീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കഥയുടെ തുടക്കത്തില് ഒരു പൂർണ്ണ ചന്ദ്രനാണ് കാണിക്കുക. അതിന്റെ അടുത്തായിട്ട് 9 വാലുകളുള്ള ഒരു ദുഷ്ടൻ കുറുക്കൻ ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഒരു നിഞ്ചയാവട്ടെ അതിനെ കൊന്ന് ഒരു മനുഷ്യ ശരീരത്തില് അതിനെ കൂടി ഇരുത്തും. ഫോർത്ത് ഹൊക്കാതെയാണ് ഈ ഒരു സാക്രിഫൈസ് ചെയ്തത്. ഇതോടുകൂടെയാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് പിന്നെ കാണിക്കുക നമ്മുടെ കഥാനായകനായിട്ടുള്ള നറൂട്ടോ ഉസുമാക്കിയാണ്. 2-3 പേര് ചേർന്ന് ആളെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. ആള് അരക്കുപ്പിയുടെ അത്ര ഉള്ളെങ്കിലും കയ്യിലിരിപ്പ് മുഴുക്കുപ്പിയുടേതാണ്. ഇവനിപ്പോ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അത്ര ചെറുതല്ല. ആ ഒരു വലിയ കുറുക്കനെ കൊന്ന മെയിൻ ഹുക്കാഗോസിന്റെ മുഖങ്ങള് മലയില് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ പ്രധാന പരിപാടി അതിന്റെ മേലെ കൂടെ പെയിന്റ് എടുത്ത് ഒഴിക്കുക എന്നതാണ്. കുറച്ച് സെൻസായിമാരാണ് അവനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോ സാക്ഷാൽ ലോർഡ് ഹുക്കാഗയുടെ അടുത്ത് നിന്ന് തന്നെ കാര്യം പറയും. എത്രയും പെട്ടെന്ന് അവനെ എന്റെ അടുത്ത് പിടിച്ചുകൊണ്ടുവരാനായിട്ട് ആള് ഉത്തരവ് ഇറക്കും. അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ആള് ഈസി ആയിട്ട് എസ്കേപ്പ് ആയെങ്കിലും ഓടി വന്ന് പെടുന്നതായിക്കോട്ടെ അവന്റെ ടീച്ചറുടെ മുൻപില്. അവനെ കണ്ട് ഇറുക്ക സെൻസായി, നീ ഇപ്പൊ ക്ലാസ്സിലിരിക്കേണ്ട സമയല്ലേ, നീ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാണോ എന്ന് ചോദിക്കുമ്പോ, ഇതിനു മുൻപ് ഞാൻ 2 വട്ടം ഗ്രാജുവേഷൻ അപ്പിയർ ചെയ്തു, പക്ഷെ ഞാൻ പൊട്ടിപ്പോയി, ഇനിയും ഞാൻ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ സാറ് നമ്മുടെ മണ്ടപ്പനെ തൂക്കിയെടുത്ത് ക്ലാസ്സിൽ കൊണ്ടിരുത്തും. കഴിഞ്ഞുപോയ അധ്യായങ്ങള്, ജിപ്സോ ട്രെയിനിങ്സ് എല്ലാം തന്നെ മറ്റു കുട്ടികള് അവന് കാണിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ ആള് ഇത് ട്രൈ ചെയ്യുമ്പോ അവനൊരു സുന്ദരിയായ പെണ്ണായി തീരും. കാലിബൂണ്ട സാറാവട്ടെ, നാളത്തെ ടെസ്റ്റില് എങ്ങനെയെങ്കിലും നീ വിജയിച്ചിരിക്കണം, മാത്രമല്ല കല്ലിൽ കൊത്തിവെച്ച വിഗ്രഹങ്ങള് നീ കഴുകി വൃത്തിയാക്കുകയും വേണമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അത് മുഴുവൻ കഴുകിപ്പിക്കും. നെക്സ്റ്റ് ഡേ എക്സാമില് നമ്മുടെ ആൾക്ക് കിട്ടുന്നത് ക്ലോൺ ജിപ്സോ കാണിക്കാനാണ്. ഗഹനമായി ചിന്തിച്ച് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നല്ല ഊളത്തരം നമ്മുടെ ആള് കാഴ്ചവെക്കും. ഇത് മറ്റൊരു സാറ് കണ്ടിട്ട് ഇവൻ 2 തവണ തോറ്റുപോയതല്ലേ, ഇത്തവണ ഏതായാലും ഇവനെ ജയിപ്പിച്ചേക്കാന്ന് പറയുമ്പോ ഇറുക്ക സെൻസൈ ആവട്ടെ, ഒരിക്കലുമില്ല, ഇത്തവണയും ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയും. ഹാപ്പിയായി എല്ലാവരും ജയിച്ചു നടക്കുമ്പോ നമ്മുടെ പാവം കുട്ടപ്പൻ മാത്രം അവിടെ ഒരു ഊഞ്ഞാലില് സാഡ് അടിച്ചിരിക്കുകയാണ്. ദൂരെ ഇരിക്കുന്ന നമ്മുടെ ചെക്കന്റെ അടുത്തേക്ക് മിസൂക്ക എന്ന് പറയുന്ന മറ്റൊരു സെൻസായി വന്ന് അവന്റെ ഉള്ളില് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കും. ഫോക്സിനെ കൊന്ന പ്രധാനപ്പെട്ട ഒരു ഹുക്കാഗയുടെ ബുക്ക് അടിച്ചുകൊണ്ട് വരാനായിട്ട് അവനെ അയാൾ പ്രേരിപ്പിക്കുമ്പോ നമ്മുടെ ചെക്കൻ അത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ആലോചിക്കാതെ നൈസായിട്ട് ബുക്ക് ചൂണ്ടിയെടുക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇറുക്ക സെൻസായിക്ക് ഇപ്പൊ ഒരുപാട് കുറ്റബോധം അടിച്ച് പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോക്സിന്റെ ആക്രമണത്തില് നമ്മുടെ കുട്ടപ്പന്റെ അച്ഛനും അമ്മയും പോയതുപോലെ തന്നെ ഇറൂക്കയുടെ പാരന്റ്സും മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ 2 പേരുടെയും ജീവിതശൈലി ഏകദേശം സെയിം ആണ്. അവനെ തോൽപ്പിച്ചതില് ഇപ്പൊ നമ്മുടെ ഇറൂക്ക സെൻസായിക്ക് നൈസായിട്ട് കുറ്റബോധം അടിച്ചിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ഡോറിൽ ഒരാൾ നോക്ക് ചെയ്ത് നറൂട്ടോ ഇത്തരത്തില് ഒരു ബുക്ക് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവനെ ബോധിപ്പിക്കും. ഇറൂക്കയ്ക്ക് ഒരുപാട് വിഷമമായിട്ട് ഒരു വഴിയില്ലാതെ ലോർഡ് ഹുക്കാഗയുടെ അടുത്ത് പോയി ഈ കാര്യം പറയും. ഈ കാര്യം കേൾക്കേണ്ട താമസം നറൂട്ടോയെ പിടിച്ച് വലിയ ശിക്ഷ വിധിക്കാനായിട്ട് ലോർഡ് ഉത്തരവിടും. കാട്ടിൽ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ ഹായ് ആയിട്ടിരുന്ന് ആ ഒരു സ്ക്രോളൊക്കെ വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറവനെ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുമ്പോഴേക്കും ബുക്കിലുള്ള ഒരു ജിപ്സോ നമ്മുടെ ആള് പഠിച്ചിട്ടുണ്ടാവും. നിന്നോട് ആരാണ് ഈ ഒരു സ്ക്രോളിന്റെ കാര്യം പറഞ്ഞതെന്ന് നമ്മുടെ സാറ് ചോദിക്കുമ്പോ വേറെ ആരുമല്ല, മിസൂക്കയാണ് എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. ഇതിൽ ഒരുപാട് ജിപ്സോ ഉണ്ട്, ഇത് ഞാൻ പഠിക്കുകയാണെങ്കിൽ എന്നെ ആർക്ക് തോപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിതില് ഒരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് തീർച്ചയായിട്ടും എന്നെ ജയിപ്പിക്കണമെന്ന് പറയുമ്പോ അതേ സമയത്ത് അവിടേക്ക് മിസൂക്കയും വരും. മിസൂക്കയെ കണ്ട് ഇറൂക്ക കലിപ്പടിച്ച് അവന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ മിസൂക്ക ആവട്ടെ ഇറൂക്ക ദുഷ്ടനാണെന്നും നറൂട്ടോയെ തകർക്കാനാണ് അവൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞു വരുത്തും. ഇറൂക്കിയും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുക. നീ ഒരുപാട് സ്നേഹിക്കുന്ന ഈ ഒരു ഇറൂക്കി സെൻസായി നിന്നോട് വലിയൊരു രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ അത് പറയരുതെന്ന് ഇറൂക്കി വിളിച്ചു കൂവും. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇസൂക്കി ആവട്ടെ ആ കാര്യങ്ങള് അവന്റെ അടുത്ത് പറയും. കഥയുടെ തുടക്കത്തില് നമ്മൾ കണ്ട ആ ഒരു ദുഷ്ടനായ ഫോക്സിനെ ഒരു മനുഷ്യനില് അടക്കം ചെയ്തു പറഞ്ഞിരുന്നില്ലേ, ആ മനുഷ്യനാണ് നമ്മുടെ കുട്ടപ്പൻ നറൂട്ടോ.
9 വാലുകളുള്ള ആ ഒരു കുറുക്കൻ ഇപ്പോഴും അവന്റെ ഉള്ളിലുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അവനൊരു ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്നത്. ഇതെല്ലാം കേട്ട് ടെൻഷനായിട്ട് നമ്മുടെ കുട്ടപ്പൻ ഓടി രക്ഷപ്പെടുമ്പോ മിസൂക്കയും ഇറൂട്ടയും ചില കാര്യങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങും. അവനും എന്നെ പോലെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളവനാണ്. ബുക്ക് വായിച്ച് എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കി ഈ ഗ്രാമത്തിനെ അവൻ ഇല്ലാതാക്കുമെന്ന് മിസൂക്കി പറയുമ്പോ ദൂരെ ഒളിച്ചിരുന്ന് നമ്മുടെ കുട്ടപ്പൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് മനസ്സിലാക്കും. ഇറൂക്കിക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് എങ്കിലും അവന്റെ കോൺഫിഡൻസിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. നറൂട്ടോ അവൻ വൺ ഓഫ് എ കൈൻഡ് ആണ്, ലക്ഷത്തിൽ ഒരുവൻ. അവന്റെ ഉള്ളിൽ വലിയൊരു നന്മയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നല്ലൊരു നിഞ്ചയായിട്ട് മാറും. എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കി നിന്നെപ്പോലുള്ള പിശാചുക്കളെ അവന്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാക്കുന്നു പറയുമ്പോ ദൂരെ ഇരിക്കുന്ന നാറൂട്ടോയ്ക്ക് അത് കേട്ട് ഒരുപാട് സങ്കടം വരും. ഈ കാര്യങ്ങൾ കേട്ട് മിസൂക്കി സെൻസായി ആവട്ടെ ഇറൂക്കെ കൊല്ലാൻ വരുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ കുട്ടപ്പൻ നാറൂക്ക ചാടി വീണ് മിസൂക്കെ തൊഴിച്ചെറിയും. ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ സ്വായത്തമാക്കിയ ആ ഒരു ക്ലൗൺ ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് മിസൂക്കെ ഇടിച്ച് പപ്പടമാക്കും. ഇത് കണ്ട് ഇറൂക്കെ ആവട്ടെ അവന്റെ ബാൻഡ് അഴിച്ച് നമ്മുടെ കുട്ടപ്പന് കൊടുക്കും. നീ ഒരു ഗ്രാജുവേറ്റ് ആയെന്ന് പറയുമ്പോ ഒത്തിരി സന്തോഷത്തില് കുട്ടപ്പൻ അവനെ കെട്ടിപ്പിടിക്കും. കട്ട് ചെയ്താല് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ ആവട്ടെ ഒരു ഫോട്ടോഗ്രാഫർക്ക് 8ന്റെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. കുറെ കഷ്ടപ്പെട്ട് അവന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് നറൂട്ടോയ്ക്ക് കൊടുക്കും. ഈ ഫോട്ടോ നിഞ്ച രജിസ്ട്രേഷൻ ഫോമിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ലോർഡ് ഹുക്കാവി ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് അല്ല ഇതെങ്ങനെ ശരിയാവും, നിന്റെ ഹെഡ് ബാൻഡ് എവിടെയെന്ന് അവന്റെ അടുത്ത് ചോദിക്കും. അത് ഞാൻ അഴുക്കാവാതിരിക്കാൻ വേണ്ടിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിഞ്ച ട്രെയിനിങ്ങിന്റെ സമയത്ത് ഞാനത് വെച്ചോളാന്ന് പറയുമ്പോ ലോഡ് ആവട്ടെ നല്ല കാര്യം, ബാൻഡ് സൂക്ഷിച്ച പോലെ തന്നെ നീ നിന്റെ മോന്തയും കൂടെ ഒന്ന് സൂക്ഷിക്കണം. മര്യാദയ്ക്ക് നല്ല ഫോട്ടോ എടുത്തോണ്ട് വരാൻ പറഞ്ഞ അവനെ ആട്ടി ഓടിക്കുമ്പോ ഇത് കേട്ടിട്ട് ലോഡിനൊരു പണി കൊടുക്കാന്ന് പറഞ്ഞ് സെക്സി ജിപ്സോ ഉപയോഗിച്ചുകൊണ്ട് അവനൊരു ഹോട്ട് ലേഡി ആയിട്ട് മാറും. പെണ്ണുങ്ങളെ കണ്ടിട്ട് അലർജി ആയിട്ടാണോന്ന് അറിയില്ല, നമ്മുടെ ലോഡിന്റെ മൂക്കിൽ നിന്ന് ഒരു കൊട്ട ബ്ലഡ് പുറത്തേക്കും വരും. കുരുത്തം കെട്ട ചെക്ക, മേലാല് ഇമാതിരി കനന്തരിവ് കാണിച്ചാല് നിന്റെ കൈ രണ്ടും ഞാൻ തല്ലി ഓടിക്കും. മര്യാദയ്ക്ക് പോയി ഫോട്ടോ എടുത്തോണ്ട് വാടാന്ന് പറയുമ്പോ അവിടേക്ക് വേറൊരു ചിമിട്ട് സാധനം തുള്ളിച്ചാടി വരും. ഈ ചിമിട്ട് മറ്റാരുമല്ല ലോർഡ് ഹുക്കാവോടെ കൊച്ചുമോനാണ്. അവന് വലിയൊരു നിഞ്ചയാവണം, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മുടെ കുഞ്ഞു ചിമിട്ട് തയ്യാറാണ്. അവനെ ട്രെയിൻ ചെയ്യുന്നത് ഇബുസോ എന്ന് പറയുന്ന ഒരു ട്രെയിനറാണ്. ഇവൻ നമ്മുടെ നറൂട്ടോനെ കാണുമ്പോ 9 വാലുള്ള ആ ഒരു ചെകുത്താൻ കുറുക്കനായിട്ടാണ് കാണുക. ചിമിട്ട് ചെക്കൻ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഇടിക്കാൻ നോക്കുമ്പോ കാല് തന്നെ മൂക്കും കുത്തി താഴെ വീഴും. ഫോട്ടോ എങ്ങനെ മാറ്റിയെടുക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നറൂട്ടോനെ കണ്ട് നമ്മുടെ ചിമിട്ട് ചെക്കനാവട്ടെ നീയല്ലേ എന്നെ തള്ളിയിട്ടെന്ന് ചോദിക്കുമ്പോ കാലിമൂത്ത നറൂട്ടോ അവന്റെ അടുത്ത് ചൂടാവും. ഫൈറ്റ് കണ്ട ഇബോസോ ആവട്ടെ നറൂട്ടോ നിനക്കറിയോ ഇവൻ ആരാണെന്ന്? നമ്മുടെ ലോഡിന്റെ ചെറുമകനാണ്. ചെറുപയറോ വൻപയറോ എനിക്കതൊന്നും വിഷയമില്ല, എന്റെ അടുത്ത് ചൊറിയാൻ വന്ന ഞാൻ കയറി മാന്തി വിടുമെന്ന് നറൂട്ടോ മറുപടി കൊടുക്കും. മറുപടി മാത്രമല്ല കുനിച്ചു നിർത്തി ചിമിട്ടിന്റെ മൂട്ടിനിട്ട് 2 ഇടിയും കൊടുക്കും. ലോഡ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും പ്രതികരിക്കാതെ നോക്കിയിരിക്കുകയാണ്. സാർ ഇടയിലേക്ക് ചാടി വീണ് ലോഡ് ഹുക്കാവൂ, അവനെ കൊല്ലൂ, മാറ്റി നിർത്തൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോഡ് അനങ്ങുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോ ഇംബുസുവിന് നമ്മുടെ ചിമിട്ടിനെ കാണാൻ സാധിക്കില്ല. അവൻ എവിടെയെന്ന് ലോഡിനോട് ചോദിക്കുമ്പോ അവൻ നറൂട്ടോടെ പുറകെ പോയിന്ന് ലോഡ് മറുപടി പറയും. നറൂട്ടോടെ കൂടെ പോയാല് അവൻ സേഫ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അവൻ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞ് ലോഡ് സമാധാനിക്കുമ്പോ നറൂട്ടോയ്ക്ക് മനസ്സിലാവും തന്റെ പുറകെ ചിമിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അല്ല ചെക്ക, നിനക്ക് കിട്ടിയതൊന്നും പോരെ, പിന്നെ എന്തിനാണ് എന്റെ പുറകെ വരുന്നതെന്ന് ചോദിക്കുമ്പോ എനിക്ക് നീ എന്റെ മുത്തശ്ശൻ എടുത്ത് കാണിച്ച സെക്സിയായ പെണ്ണായി മാറുന്ന വിദ്യ പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ സംശയങ്ങൾ ചോദിച്ചും പറഞ്ഞും അവർ രണ്ടുപേരും നല്ല ചങ്ങാതിമാരായി തീരും. ഓക്കെ, നിന്റെ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നീ ഒരാളായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറയുമ്പോ അവിടെയുള്ള ഒരു സുന്ദരി പെണ്ണായിട്ട് മാറാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ചിമിട്ട്. പക്ഷെ ആയി മാറുന്നതോ ഒരാന പോലത്തെ പെണ്ണും. അങ്ങനെ ഒരുപാട് അടുത്ത് നിന്ന് നമ്മുടെ ചിമിട്ട് ഇതുപോലത്തെ കന്നന്തിരിവ് കാണിക്കുമ്പോ അടി മുഴുവൻ വാരി കൂട്ടുന്നത് പാവം നമ്മുടെ നറൂട്ടോ ആണ്. ഇതെന്താ എനിക്ക് മാത്രം അടി കിട്ടുന്നെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ചിമിട്ടാവട്ടെ അത് ഞാൻ ലോഡിന്റെ കൊച്ചുമകനായതുകൊണ്ടാണ് ആരും എന്നെ തൊടാത്തതെന്ന് മറുപടി പറയും. അതൊന്നും സാരമില്ല, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. നീ വിചാരിക്കും പോലെ ഹുക്കാഗെ ആവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈവൻ എന്റെ ആഗ്രഹവും ഒരു ഹുക്കാഗെ ആവുക എന്നതാണ്. ചിലപ്പോ അതിനായിട്ട് നീ എന്നെ തന്നെ ഡിഫീറ്റ് ചെയ്യേണ്ടതായി വരും. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആഗ്രഹിക്കാൻ കാരണമെന്ന് ചിമിട്ടിനോട് ചോദിക്കുമ്പോ എനിക്ക് സുന്ദരമായൊരു പേരുണ്ട്, പക്ഷെ എവിടെ ചെന്നാലും എല്ലാവരും എന്നെ ലോർഡ് ഹുക്കാവോയുടെ കൊച്ചുമകൻ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. എനിക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ല, കൂട്ടുകാരില്ല, ആരുമില്ല.
എല്ലാവർക്കും എന്നോട് റെസ്പെക്ട് മാത്രമാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ആള് ഒരിക്കലും നീ വിഷമിക്കേണ്ട, നിന്നെ പോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്നവനാണ് ഞാനും. ജീവിതത്തില് പലരും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് ഒരു ഹുക്കാഗോ ആവാനായി. ഇതേ സമയം ലോർഡ് ഹുക്കാവോ ആ ഒരു ശില്പങ്ങൾക്ക് മുൻപിൽ വന്ന് നിൽക്കുമ്പോ ഹിറൂക്കോ സെൻസായി കടന്നു വന്നിട്ട് ഇവിടേക്ക് നറൂട്ടോ വന്നവന്ന് ലോർഡിനടുത്ത് ചോദിക്കും. അവന് കൂടുതൽ പഠിക്കാനും അതിലൂടെ ജനങ്ങൾ അവനെ റെസ്പെക്ട് ചെയ്യാനുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനായി അവനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോ ലോർഡ് ആവട്ടെ ഒരിക്കലും ജനങ്ങൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോർത്ത് ഹുക്കാഗോ അവനെ ഒരു ഹീറോ ആയിട്ട് കാണണമെന്നാണ് ആഗ്രഹിച്ചത്. നറൂട്ടോ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം ജീവൻ ത്യാഗമായി നൽകി ഒരു ഗ്രാമത്തെ മുഴുവനായിട്ടും രക്ഷിച്ചു. മുതിർന്നവർക്കും പഴയ തലമുറകളിലുള്ളവർക്കും അവന്റെ ഉള്ളില് ഇപ്രകാരം ഒരു ബീസ്റ്റ് ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അകൽച്ച പാലിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് അതൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് നറൂട്ടോയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ലോർഡ് പറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് നമ്മുടെ നറൂട്ടോയും ചിമിട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടേക്ക് ചിമിട്ടിന്റെ ഇപ്പോഴത്തെ ട്രെയിനർ വന്ന് നറൂട്ടോയെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങും. ഇത് കേട്ട നറൂട്ടോ ആവട്ടെ എനിക്ക് നിന്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞ് ആ ഒരു സെക്സി ലേഡി ആയിട്ടുള്ള ടെക്നിക്ക് അവന്റെ മാസ്റ്ററിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. മാസ്റ്റർ ഒരൊന്നൊന്നര കോടി ആയതുകൊണ്ട് തന്നെ ഈ കാര്യം കണ്ട് വണ്ടടിച്ചു നിൽക്കും. മാസ്റ്റർ വീണ്ടും വീണ്ടും നറൂട്ടോയെ കുറിച്ച് കുറ്റം പറയുമ്പോ കലിമൂത്ത നറൂട്ടോ ആവട്ടെ അവന്റെ ഒരുപാട് ക്ലൗൺസിനെയും അതുപോലെ തന്നെ സെക്സി ലേഡിനെയും ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മാസ്റ്ററിനെ ഇടിച്ചു പഞ്ഞിക്കിടും. ഗ്ലോബിലൂടെ ഈ കാര്യങ്ങളെല്ലാം കണ്ട ലോർഡ് ഹുക്കാഗോയ്ക്ക് വരെ ഇപ്പൊ നമ്മുടെ നറൂട്ടോനെ കുറിച്ച് പേടിയാവുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിദ്യ ഉപയോഗിച്ചത്, എന്നെ കൂടെ ഇത് പഠിപ്പിച്ചു തരുമെന്ന് ചിമിട്ട് ചോദിക്കുന്ന അതേ നിമിഷത്തില് അവൻ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കും. എനിക്ക് ഒരു ഹുക്കാഗോ ആകണമെങ്കിൽ തീർച്ചയായിട്ടും നറൂട്ടോയുമായിട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ല, നമ്മൾ ശത്രുക്കളാണെന്ന് ചിമിട്ട് നറൂട്ടോയുടെ അടുത്ത് പറയും. നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നിന്നെ പോലെ ഒരു ചിമിട്ടിനെ ക്ലാസ് എടുത്തു തരാൻ സമയമില്ല, എനിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നറൂട്ടോ പോകുമ്പോ ഈ കാര്യം കണ്ട് നമ്മുടെ ലോർഡിന് ഒരുപാട് ഹാപ്പി ആവും. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ചാടി എഴുന്നേറ്റ നറൂട്ടോ കലണ്ടറിൽ നോക്കുമ്പോ അന്ന് 15-ാം തീയതിയാണ്. ഇപ്പോ ആളൊരു നിഞ്ച ആയതുകൊണ്ട് തന്നെ ബെൽറ്റ് ഒക്കെ കെട്ടി സെറ്റായി പുറത്തേക്ക് പോകുമ്പോ കോൻഹമാരു അതായത് നമ്മുടെ ചിമിട്ടൻ അവന്റെ മുൻപിലേക്ക് വരും. നറൂട്ടോനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാണ് ചിമിട്ട് ഇപ്പൊ അവിടേക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോ വെറും ഒരു ലോക്കൽ നിഞ്ചയല്ല, അതിനൊക്കെ കഴിഞ്ഞും ഒരുപടി മേലെയാണ്. എനിക്ക് ക്ലാസ്സിന് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിലേക്ക് പോകും. കട്ട് ചെയ്താല് അവന്റെ ക്ലാസ്സിൽ തന്നെയുള്ള സാക്കുറ എന്ന് പറഞ്ഞ ഒരു സുന്ദരി കുട്ടിയെ കാണിക്കും. അവള് കണ്ണാടിയിലൊക്കെ നോക്കി കുറച്ച് മോഡേണായി സെറ്റായി പുറത്തേക്ക് വരുമ്പോ സ്ട്രീറ്റിൽ വെച്ച് അവളുടെ മുഖ്യ ശത്രുവായിട്ടുള്ള ഈനോയെ കാണും. പരസ്പരം ആദ്യം സോപ്പിട്ട് പിന്നെ കുശുമ്പ് പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് മുട്ടൻ തെറിയും പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും ഓട്ടമത്സരം ആരംഭിക്കും. ക്ലാസ്സിലിരിക്കുന്ന നമ്മുടെ കുട്ടൻ നറൂട്ടോയുടെ അടുത്ത് മറ്റുള്ളവര് കളിയാക്കാൻ ചെല്ലുമ്പോ നല്ല സ്റ്റൈലായിട്ട് അവന്റെ ബാൻഡൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആള്. ഈനോയും സാക്കുറയും അടി കൂടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് വരുമ്പോ സാക്കുറ ആവട്ടെ ഇപ്പൊ നറൂട്ടോനെ ഒന്ന് സൂക്ഷിച്ചു നോക്കും. ഇതെന്തപ്പോ ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ, എനിക്ക് ഇവളെ ഇഷ്ടാന്നുള്ള കാര്യം ഇവൾ അറിഞ്ഞോ? സില്ലി ഗേൾ, എന്നാൽ ഒരു ഹഗ് കൊടുത്താലോ എന്ന് കരുതി അവൻ ചാടി എഴുന്നേക്കുമ്പോ സാക്കുറ ഓടി വന്ന അവനെ ഇടിച്ചിട്ട് പുതിയതായിട്ട് വന്ന സസൂക്കയുടെ അടുത്തേക്കാണ്. സസൂക്ക എല്ലാ പരീക്ഷകളിലും ഒന്നാമനായിട്ട് ജയിച്ചു വന്നതാണ്. സസൂക്കയെ വായി നോക്കുന്ന കണ്ട അവളോട് നമ്മുടെ ആൾക്ക് നല്ല കുശുമ്പും ദേഷ്യവും വരും. ഞാനാണോ അത് അവനാണോ എന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് നറൂട്ടോ അവനുമായിട്ട് കണ്ണും കോർത്ത് അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ നൈസായിട്ട് രണ്ടുപേരും ഒരു കിസ് അടിക്കും. പാവം നമ്മുടെ സാക്കുറായുടെ താജ്മഹൽ ഒറ്റയടിക്ക് തകർന്നു പോയി. പിന്നെ പറയാനുണ്ടോ, തല്ല് അടി വഴക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ലോർഡ് അദ്ദേഹത്തിന്റെ ഗ്ലോബിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അവരുടെ മാസ്റ്റർ വന്ന് എല്ലാവരെയും 3 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ തുടങ്ങും. സസൂക്കയുടെ ഗ്രൂപ്പില് ആരായിരിക്കും എന്നാണ് എല്ലാവർക്കും ആകാംക്ഷ. പക്ഷെ ലിസ്റ്റ് വന്നപ്പോ 7 ഗാർഡ്സ് ആയിട്ട് നറൂട്ടോയും സസൂക്കയും സക്കൂറയുമാണ്. സാക്കുറ വന്നതിൽ നമ്മുടെ ആള് ഹാപ്പി ആണെങ്കിലും സസൂക്കയെ തീരെ ഇഷ്ടാവാതെ നറൂട്ടോ എഴുന്നേറ്റ് നിന്ന്, സാർ എനിക്ക് ഗ്രൂപ്പ് വേണ്ട, ഈ മുടിഞ്ഞ ലുക്കുള്ള തെണ്ടിയെ എന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കണം. പക്ഷെ സാർ അത് ഒന്നും തന്നെ അനുവദിക്കുകയില്ല. ഈനോയ്ക്കിപ്പോ സസൂക്കയുടെ ഗ്രൂപ്പിൽ പോകാൻ പറ്റാത്ത വലിയ കുശുമ്പിലാണ്. നറൂട്ടോ ആകെ ഡിപ്രഷൻ അടിച്ച് മേലേന്ന് താഴോട്ട് നോക്കുമ്പോ സസൂക്ക ആവട്ടെ നൈസായിട്ട് ഒരു വിൻഡോയുടെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അഹങ്കാരിയായിട്ടുള്ള ഈനോ അവളുടെ ഗ്രൂപ്പിലുള്ളവരെ പുച്ഛിക്കുമ്പോ അവര് തിരിച്ചും പുച്ഛിക്കും. ഇതേ സമയത്ത് നറൂട്ടോ സസൂക്ക നിൽക്കുന്ന ആ ഒരു ജനൽ വഴി അകത്തേക്ക് കയറുന്നത് അവള് കാണും.
നിമിഷങ്ങൾക്കകം സസൂക്ക ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തേക്ക് വരുന്നതും അവര് കാണും. അടുത്തതായി കാണിക്കുന്നത് ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന സാക്കുറായെയാണ്. സസൂക്കയെ കുറിച്ച് ആലോചിച്ച് നേരെ നോക്കുമ്പോ ദാ കിടക്കുന്ന മുൻപില് സാക്ഷാൽ സസൂക്ക. അവനിപ്പോ അവളെ പൊക്കിയടിച്ച് നിനക്ക് നറൂട്ടോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അവൻ ഒരു മന്ദബുദ്ധിയാണ്, വെറും പൊട്ടെന്ന് പറയുമ്പോ സസൂക്കയുടെ വയറിന് ചെറിയൊരു പണി കിട്ടി അവൻ അവിടുന്ന് ഓടാൻ തുടങ്ങും. അത് യഥാർത്ഥത്തിൽ സസൂക്കയല്ല, സാക്ഷാൽ നറൂട്ടോയാണ്. റിയൽ സസൂക്ക എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പുറത്തെത്തി സാക്കുറയുടെ അടുത്തെത്തി നീ നറൂട്ടോയെ കണ്ടോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കും. ആ തലതെറിച്ചവനെ കുറിച്ച് എന്നോട് ചോദിക്കണ്ട, അവൻ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് ബേസിക് മാനേഴ്സ് പോലും ഇല്ലാന്ന് പറഞ്ഞ് അവള് വീണ്ടും കുറ്റം പറയുമ്പോ പാരന്റ്സ് ഇല്ലാന്ന് പറഞ്ഞത് സസൂക്കയ്ക്ക് തീരെ പിടിക്കില്ല. കക്കൂസിൽ പോയി ഭാരമിറക്കിയ നമ്മുടെ നറൂട്ടോ വന്നു പെടുന്നത് സസൂക്കയുടെ അടുത്താണ്. ക്ലൗൺസ് ക്രിയേറ്റ് ചെയ്ത് അവനെ അടിച്ചു തോൽപ്പിക്കാൻ നോക്കുമെങ്കിലും എല്ലാ ക്ലൗൺസിനും വയറുവേദന എടുത്ത് അവരിപ്പോ ബാത്റൂമിൽ പോകാനായിട്ട് അടിപിടി കൂടും. സസൂക്കയുടെ മുന്നിൽ ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ പെങ്കുച്ച് നറൂട്ടോയായിട്ട് കമ്പനി അടിക്കാൻ ആരംഭിക്കും. പക്ഷെ എന്താ ചെയ്യാ, വീണ്ടും വയറിനെട്ടിന്റെ പണി കിട്ടി അവൻ ബാത്റൂമിലേക്ക് ഓടുമ്പോ കലി പൂണ്ട അലർജിയാണ് നമ്മുടെ പെങ്കുച്ച്. അങ്ങനെ വീണ്ടും കക്കൂസിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ നറൂട്ടോയെ കാണിച്ചുകൊണ്ട് ആദ്യത്തെ 3 എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുകയാണ്.